Hi everyone, this is me Casac Benjali. എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് പ്രസംഗ പരിശീലന കോഴ്സിലേക്ക് പങ്കെടുക്കാൻ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എല്ലാവർക്കും പ്രാസംഗികനാകാൻ പറ്റുമോ? എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവില്ല. പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടാൻ കഴിവുള്ളതുപോലെ, ക്രിക്കറ്റ് കളിക്കാനുള്ള കഴിവ് പോലെ, ഫുട്ബോൾ കളിക്കാനുള്ള ഒരു കഴിവല്ലേ? എല്ലാവർക്കും പ്രാസംഗികനാകാൻ കഴിയുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാവർക്കും പ്രാസംഗിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ടോ? എല്ലാവർക്കും പ്രസംഗികനാകാൻ കഴിയുമോ? എങ്ങനെയാണ് പ്രസംഗിക്കാൻ കഴിയുക? ഇതിനെക്കുറിച്ച് പലരും തെറ്റായ ധാരണയെ വെച്ച് പുലർത്തുന്നവരാണ്. എനിക്ക് പ്രസംഗിക്കാനൊന്നും കഴിയില്ല, ഞാനൊരു പ്രാസംഗികനല്ല, എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രസംഗികനാകാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ ലഭിച്ച ധാരാളം അവസരങ്ങൾ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ശരി, ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കരിയർ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിലും ശരി, അതിൻ്റെ വളർച്ചയ്ക്ക് പലപ്പോഴും പലർക്കും തടസ്സമാകുന്നത് പ്രസംഗിക്കാൻ കഴിവില്ല എന്നുള്ളത് കൊണ്ട്. നാലാളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് രണ്ട് വാക്ക് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയാണ് പലരും നേരിടുന്ന അല്ലെങ്കിൽ വിജയത്തിൻ്റെ തടസ്സമായിട്ട് അനുഭവപ്പെടുന്നത്. അതിൻ്റെ കാരണം അവർ തന്നെ സ്വയം കണ്ടെത്തിയിരിക്കുന്നത്, എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, എനിക്ക് എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള പ്രസംഗിക്കാനുള്ള കഴിവില്ല എന്നുള്ളതിനെക്കുറിച്ചാണ്. പ്രസംഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജനിക്കുമ്പോൾ കൂടെ കിട്ടുന്ന ഒരു ഗിഫ്റ്റ് അല്ല. പാട്ട് പാടാനുള്ള കഴിവ് പോലെ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനുള്ള കഴിവ് പോലെ നാച്ചുറലായിട്ട് നമ്മുടെ ക്രിയേറ്റീവ് ടാലൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നുമല്ല പ്രസംഗം. ഡെഫിനറ്റ്ലി വലിയ പ്രാസംഗികരുണ്ട്, മികച്ച കഴിവുള്ള പ്രാസംഗികരുണ്ട്. പക്ഷെ ഞാനിവിടെ പറയുന്ന പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന്, ഒരു 10 പേരടങ്ങുന്ന മുമ്പിൽ എഴുന്നേറ്റ് നിന്ന്, 100 പേര് ഉള്ളൊരു സദസ്സിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങളുടെ ആശയം പറയാനുള്ള കഴിവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മീറ്റിംഗ് നടക്കുന്നു, കമ്പനിയുടെ മീറ്റിംഗ് നടക്കുന്നു, ബിസിനസ് ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് നടക്കുന്നു, അസോസിയേഷൻ്റെ മീറ്റിംഗ് നടക്കുന്നു, മാർക്കറ്റിംഗ് മീറ്റിംഗ് നടക്കുന്നു, അവിടെ നിങ്ങൾക്ക് സ്വാഗതം പറയാനൊരു അവസരം കിട്ടി, ആശംസ പറയാനൊരു അവസരം കിട്ടി. ഇനി അതൊന്നുമല്ല, നിങ്ങളൊന്ന് നന്ദി പറയാനുള്ള അവസരം കിട്ടുന്ന സമയത്ത്, സ്കൂൾ മീറ്റിങ്ങിലോ PTA മീറ്റിങ്ങിലോ എവിടെയാണെങ്കിലും ശരി, ഇങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ അവസരം കിട്ടുന്ന സമയത്ത് സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ആളുകളുടെ മുന്നിൽ നിന്ന് 2 വാക്ക് പറയാനുള്ള ഭയം കാരണം അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്ന് ഒളിച്ചോടേണ്ടി വരുന്ന, ഓടിപ്പോകേണ്ടി വരുന്ന, എന്നെ വിളിക്കണ്ട എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടും സ്റ്റേജിൽ കയറാനുള്ള പേടി കാരണം അവസരങ്ങളെ നിഷേധിച്ച് അവസരങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാനും. ഞാൻ പറയുന്നത് മുഖ്യപ്രഭാഷകനാക്കുകയെ 2-3 മണിക്കൂറും ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചല്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒന്ന് സ്വാഗതം പറയാൻ, എപ്പോഴെങ്കിലും ഒന്ന് അധ്യക്ഷത വഹിക്കാൻ, എപ്പോഴെങ്കിലും ഒന്ന് ആശംസ അറിയിക്കാൻ, നന്ദി പറയാൻ, ഇനി അതൊന്നുമല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബിസിനസ് സ്ഥാപനത്തിൽ സ്റ്റാഫിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരോട് ബിസിനസ് ഐഡിയാസ് പറഞ്ഞു കൊടുക്കാനും ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനുമുള്ള കപ്പാസിറ്റി പോലും ഇല്ലാതായി പോകുന്നത് പലപ്പോഴും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസിൻ്റെ പരിമിതി മൂലമാണ്. ഇത് പരിഹരിക്കാൻ പറ്റുമോ? ചിലർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയാത്തത് എനിക്ക് ജന്മനാ കഴിവില്ലാത്തത് കൊണ്ട്. അതല്ല, അത് തെറ്റായ ധാരണ. എൻ്റെയും ധാരണ അത് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പ്രസംഗിക്കാൻ കഴിയും, ഒരാൾക്ക് സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞത് മുതൽ എൻ്റെ ഏറ്റവും വലിയ കഴിവായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയത് പ്രസംഗിക്കുക എന്ന് പറയുന്ന കഴിവ് തന്നെയാണ്. സ്പീക്ക് ടു വിൻ എന്ന് പറയുന്ന ഒരു ഏകദിന പ്രസംഗ പരിശീലന പ്രോഗ്രാമിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലുള്ള സ്റ്റേജിൽ കയറാനുള്ള പേടി, സ്റ്റേജ് കയറി കഴിഞ്ഞാൽ അയ്യോ എൻ്റെ തൊണ്ട വരണ്ടു പോകുന്നു, കാലുകൾ വിറക്കുന്നു, കയ്യിൽ വിയർപ്പ് പൊടിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ട് പാനിക്കായി പോകുന്ന, ഹൃദയത്തിൻ്റെ മിടിപ്പ് ധാരാളം വർദ്ധിക്കുന്നു. ഈ രീതിയിൽ നമ്മൾ പാനിക്കായി പോകുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി സ്റ്റേജിൽ കയറാനുള്ള പേടി പൂർണ്ണമായിട്ടും ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കുന്ന പ്രോഗ്രാമാണ്. അതെങ്ങനെ ഇല്ലാതാക്കുക? ഒരു ദിവസം കൊണ്ട് ഇല്ലാണ്ടാവും? തീർച്ചയായിട്ടും ഇല്ലാണ്ടാവും. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സ്പീക്ക് ടു വിന്നിൽ പങ്കെടുത്ത, സ്റ്റേജിൽ കയറാൻ പേടിയുള്ളവരാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുള്ളത്. സ്റ്റേജിൽ കയറാൻ പേടി, ആളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പേടി, പ്രസംഗം തുടങ്ങുന്ന സമയത്ത് വിറച്ചിട്ട് ഒന്ന് ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലും, സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കണ്ട, നിങ്ങളൊന്ന് ചിരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് പേടിച്ച് വിറച്ച ആളുകൾ ആ പരിശീലനം കഴിഞ്ഞ് വൈകുന്നേരം പോകുന്നത് കൂളായിട്ട് 5 മിനിറ്റും 10 മിനിറ്റും പ്രസംഗിച്ചിട്ടാണ്. അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തെറാപ്പീസും എക്സസൈസുകളും ഉൾപ്പെടുന്നതാണ് സ്പീക്ക് ടു വിൻ എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ പ്രോഗ്രാം നിങ്ങൾ എത്ര വലിയ പേടിയോട് കൂടിയിട്ടാണ് ഈ പ്രോഗ്രാമിനകത്ത് വരുന്നതെങ്കിലും, പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോൾ സ്റ്റേജ് ഫിയർ കീഴടക്കി മനോഹരമായിട്ട് സമാധാനപൂർവം
സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കാനുള്ള കോൺഫിഡൻസ് നേടിയിട്ടായിരിക്കും നിങ്ങൾ പോകുക. അത് ഗ്യാരണ്ടിയാണ്. ജീവിതത്തിൽ പ്രസംഗിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ, സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പേടി കൊണ്ട് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്. കാലാകാലവും എനിക്കൊന്നിനും കഴിയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടതല്ല. ഒരൊറ്റ ദിവസം നിങ്ങൾ ജീവിതത്തിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ പ്രസംഗിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ നിഷേധിക്കപ്പെട്ട അവസരങ്ങൾ മുഴുവൻ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഗ്യാരണ്ടിയാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. ഉറപ്പായിട്ടും അതിന് നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതിനുള്ളൊരു പരിശീലനമാണ് സ്പീക്ക് ടു വിൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇനി അടുത്ത മാസം കൊല്ലത്തും തൃശ്ശൂരിലും ഈ പ്രോഗ്രാം നടക്കുകയാണ്. നിങ്ങൾക്കതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മാസ് പ്രോഗ്രാം അല്ല സ്പീക്ക് ടു വിൻ. ഓരോ വ്യക്തിയെയും നേരിട്ട് വിവിധ തെറാപ്പികളിലൂടെ പരമാവധി 25 പേർക്ക് മാത്രം അവസരമുള്ള പ്രോഗ്രാമാണ്. ജീവിതത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ വിജയിക്കാൻ പ്രസംഗിക്കാൻ കഴിവില്ലായ്മ ഒരു തടസ്സമാണെങ്കിൽ അതിനെ കീഴടക്കാനുള്ള സുവർണമായ അവസരം നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക. താങ്ക് യു സോ മച്ച്. ഞാൻ കസാക് ബെഞ്ചാലി. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞപ്പോൾ അത് തീർച്ചയായും ആദ്യം അവഗണിക്കുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഞാൻ കരുതിയെന്ന് വെച്ചാൽ എന്താണ്, ഒരു ജന്മസിദ്ധമായ കഴിവ് അങ്ങനെ ഒന്നാണെന്ന് ഞാൻ കരുതിയത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു സ്കില്ലാണ്. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ സ്കില്ല് ഒരുപാട് എന്താ പറയണ്ടേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ സ്കില്ല് വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റുമെന്ന് സാറിൻ്റെ ക്ലാസ്സിലൂടെ മനസ്സിലായി. അതുപോലെ തന്നെ ഇന്നിവിടെ വരുമ്പോൾ മുമ്പൊക്കെ ഈ ക്ലബ്ബ് പരിപാടികളിൽ ഒരു മൈക്ക് പിടിച്ച് ഇതേപോലെ ഒരു മൈക്ക് ടെസ്റ്റിംഗ് എന്നൊരു വാക്ക് പറയാൻ പോലും പേടിയുണ്ടായിരുന്ന എനിക്ക് ഇന്ന് ഈ ഒരു സദസ്സിന് മുമ്പിൽ ഇത്രത്തോളം പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് സാറിൻ്റെ ക്ലാസ് തന്നെയാണ്. അപ്പം നമ്മൾ ഇന്നിവിടെ കൊടുത്ത കാശിന് മാത്രമല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഇനി ഭാവി ജീവിതത്തിൽ തീർച്ചയായിട്ടും ഞാനും ഇതുപോലെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് പെർഫോം ചെയ്യേണ്ട അവസരങ്ങളുണ്ട്. ഇത്രയും കാലം ഞാൻ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് ഈ ഒരു ക്ലാസ് കേട്ടതുകൊണ്ടും അതുപോലെ ചെറിയ ചെറിയ ടിപ്സ് പറഞ്ഞു തന്നതും എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾ പ്രസംഗിക്കുന്ന കാണുമ്പോൾ ഞാൻ കരുതാറുണ്ട് എന്തൊരു എളുപ്പമാണ്. ഇപ്പൊ സാറ് പറഞ്ഞു തന്നതിന് ശേഷം മാത്രമാണ് ഇത്രയും വിഷമമുണ്ട്, നമുക്ക് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. വെറുതെ സ്റ്റേജിൽ കയറി എന്തെങ്കിലും നമ്മൾ പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് പഠിച്ച് ഇനി പറയുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി.